നോർമലി ഞാൻ KSRTCയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ തിരക്കുണ്ടാവില്ല. തിരക്കുണ്ടെങ്കിലും അത്രയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവലില്ല. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു യാത്രയാണ് ഉണ്ടാവല്. പക്ഷേ ഇതാ പ്രിയദർശൻ തുടങ്ങിയ ശേഷം ഭയങ്കര തിരക്കാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങനെ സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോടിലേക്കാണ്. കോഴിക്കോടിൽ നമ്മൾ ചെറിയൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആരേജുള്ള മീറ്റപ്പാന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളായിട്ടുള്ള മീറ്റപ്പ് ചെയ്യുന്നു. അതേതാണ് ആ ഒരു കംഫർട്ട് സോൺ എന്നല്ലേ? ഇത് അസ്മത്തിൻ്റെ കൂടെ ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് മീറ്റപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷെ എല്ലാവരും ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഉള്ളവർ വെച്ചിട്ട് ആണ് പോയത്. ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ വന്നെത്തിയത് കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് ഞങ്ങൾക്ക് എവിടെ പോകണം എങ്ങനെ പോകണം എന്ന് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമുള്ളായിരുന്നു. ആ ഒരു ഔട്ട്ലൈൻ പ്ലാൻ വെച്ചിട്ട് ഞങ്ങൾ പോയത് ഫസ്റ്റ് മാനാഞ്ചിറയായിരുന്നു. അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തുടക്കത്തിലേ നല്ല മൂഞ്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ SM പോയിട്ട് എനിക്കൊരു ചെരുപ്പൊക്കെ എടുത്ത്, ഷിഫക്ക് ഫോൺ കവറൊക്കെ എടുത്ത്, പിന്നെ ഞങ്ങൾ ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അവിടുന്ന് വളരെ പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ പോയത് കുറ്റിച്ചിറയിലേക്കാണ്. കുറ്റിച്ചിറയ്ക്ക് ഞങ്ങൾ നടക്കുക ചെയ്തത്. വഴിയൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. മാപ്പിൻ്റെ സഹായത്തോടു കൂടി എത്തി. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ടില്ല, ഇതിനു മുമ്പ് പോയ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഓർമ്മ ഉണ്ടെന്നതിൽ പോയത്. പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് എത്തിപ്പെട്ടത് റെയിൽവേ സ്റ്റേഷനിലാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് കുറ്റിച്ചിറയിലേക്ക് എത്തിയത്. പിന്നെ ഞങ്ങൾ അവിടെ കുളത്തിലൊക്കെ ജസ്റ്റ് കാലൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല വെറുതെ ഇങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ ഞങ്ങൾ മിഷ്കൽ മോസ്കൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഞങ്ങൾ ഗുജറാത്തി സ്ട്രീറ്റൊക്കെ നടന്നു. അവിടെ പിന്നെ ഞങ്ങൾ അതിലൂടെ വെറുതെ നടന്നിട്ട് ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്ത്. നട്ടുച്ചയായിരുന്നു. പക്ഷേ വെയിലൊന്നും അങ്ങനെ വെയിൽ ചെറുതായിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ നല്ല തണുപ്പായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നട്ടുച്ചയ്ക്ക് ബീച്ചിലെത്തിയിരിക്കുകയാണ്. പക്ഷെ നട്ടുച്ച നല്ല ഫീലൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. എല്ലാവരും കിളി പോയ പോലെ. ഈ യാത്രയിൽ ഞങ്ങൾ മിസ്സിലിനെയും സ്നേഹേച്ചിനെയും നന്ദനൊക്കെ എവിടെയൊക്കെയോ ഞങ്ങൾക്ക് ഒരു ബ്ലാങ്ക് ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കംഫർട്ട് പ്ലേസ് എന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. വീണ്ടും വീണ്ടും തിരിച്ചു പോകാൻ ഞാൻ കോളേജിൽ വന്നതിന് ശേഷം ഞാൻ അത്രക്കും ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ അത് ഇവരുടെ കൂടെ വീണ്ടും ആ സ്മത്തൻ്റെ റൂമിൽ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ബീച്ചിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നടന്നിട്ട് സൂഫി മന്ദിലേക്കാണ്. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. ഫൈനലി നമ്മൾ കുറേ നേരം ക്യൂ നിന്നിട്ട് നമുക്ക് സീറ്റ് കിട്ടി. നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് പെരി പെരി മന്തി ആയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് എത്തി. ഞങ്ങളെല്ലാവരും വളരെ ആസ്വദിച്ച് തന്നെ ഫുഡ് കഴിച്ചു. പിന്നെ പെരി പെരിക്ക് അത്രയ്ക്ക് എരിവില്ലേനു. നമ്മൾ മുമ്പ് കഴിച്ച പെരി പെരിൻ്റെ അത്രയ്ക്ക് എരിവൊന്നുമില്ലേനു. പിന്നെ ഞാൻ അസ്മത്തിൻ്റെ റൂമിൽ ഉണ്ടായ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞ് വീണ്ടും വീണ്ടും ഓർത്ത് ചിരിക്കാനൊക്കെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വ്ളോഗ്സിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവർക്ക് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഗുഡ് മൊമെൻറ്റ്സ് ആണ്. പിന്നെ എനിക്ക് ഓരോരുത്തരെ പറ്റിയിട്ട് നിങ്ങളോട് പറയണം എന്നൊക്കെ ഉണ്ട്. അത് ഇൻഷാല്ലാ നമ്മൾ ഇനിയും ഒരു മീറ്റപ്പ് വെക്കുകയാണെങ്കിൽ ഞാൻ ഓരോരുത്തരെ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് സരോവരം പാർക്കിലേക്കാണ് പോയത്. അവിടെ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തത്. അതായത് ഫിറ്റ് ചെക്ക്, പിന്നെ അങ്ങനത്തെ കുറച്ച് റീൽസിനുള്ള വീഡിയോസൊക്കെ എടുത്തത്. ഈ ഒരു സർക്കിളിൽ ഞങ്ങൾക്ക് എന്തും തുറന്ന് പറയാം. അതായത് ഓരെന്താ വിചാരിക്കുക, അവർക്ക് സങ്കടമാവോ, അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഇല്ലാതെ എല്ലാം തുറന്ന് പറയാനുള്ള ഒരു ഫ്രീഡം അവിടെ ഉണ്ടാവലുണ്ട്. അതിന് ഊക്കാണെങ്കിലും അല്ല നമ്മൾ ഊക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആവുമോ അങ്ങനെയൊന്നുമില്ല. ഒരു ലിമിറ്റേഷൻസോ ഒരു കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് എന്തും പറയാൻ പറ്റുന്ന, ലൈസൻസ് ഇല്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഒരു കോളേജിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസിനത് അത് വീണ്ടും വീണ്ടും അത് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ചിരിക്കുന്നിട്ട് ഒരു കാക്ക പറയാം ഞങ്ങൾ നല്ല ഹാപ്പി. എന്താ പറഞ്ഞത്? ഓൾ ഭയങ്കര ഹാപ്പിയാണ്. ഓൾ നല്ല ഹാപ്പിയാണ്. കണ്ണേർ തട്ടി. അങ്ങനെ സരോവരത്തിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ഗോകുലം മാളിലേക്കാണ്. ഇവിടെ നമ്മുടെ ഡേ ഔട്ട് ഇങ്ങനെ അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ പോയതിന് വേറെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് മോളിലൊക്കെ ഒന്ന് കറങ്ങാം, പിന്നെ വാഷ്റൂമിൽ പോയി, പിന്നെ ഞങ്ങൾ വെള്ളം വാങ്ങി കുടിച്ചു. ഇതൊക്കെയായിരുന്നു അവിടെ നടന്ന പ്രധാന സംഭവങ്ങൾ. അവിടെ ഞങ്ങൾക്ക് ഒരുപാട് പല പല കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി മുട്ടിപ്പാടുക എന്നുള്ളത്. മുട്ടൽ മെയിൻ ഷിഫായിരിക്കും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പാടാൻ വേണ്ടിയിട്ടിരിക്കും. പാട്ടിന് മെയിൻ അതിപ്പോൾ നമ്മൾ പുതിയ റൂമിലേക്ക് വന്നപ്പം അതിവിടെ തീരെ ഇല്ലാത്തൊരു സംഭവമായിരുന്നു ആ പാട്ട് എന്നുള്ള സംഭവം. അത് നല്ലപോലെ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയ റൂംമേറ്റ്സ് വന്നപ്പോൾ അതൊക്കെ വന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ ഓർമ്മകൾ അടിപൊളിയായിരുന്നു. കുറേ നടന്നു വിചാരിച്ചിരുന്നു, പക്ഷേ
ലാസ്റ്റ് ബായ് പറഞ്ഞ് പിരിഞ്ഞപ്പം ഈ മൊമെൻറ്റ്സ് ഇവിടെ അവസാനിക്കാണല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്തോ ഒരു വിങ്ങലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.